കേരള സ്കൂൾ കായികമേളയിലെ മത്സരങ്ങൾക്ക് ഒരു അല്പസമയത്തിന് തുടക്കമാകുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ഇൻക്ലൂസീവ് മത്സരങ്ങളാണ് ഇന്ന് പ്രധാനമായും അരങ്ങേറുന്നത്. ഇൻക്ലൂസീവ് വിഭാഗത്തിൽ ഇത്തവണ 2000-ഓളം കുട്ടികൾ മത്സരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുകയാണ്. അനിൽ, ഗുഡ് മോർണിംഗ്. അനിൽ, കളിഭ്രാന്ത, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. അങ്ങനെ കൗമാര കേരളത്തിന്റെ കുതിപ്പിന് തുടക്കമാവാൻ പോവുകയാണ്. മത്സരങ്ങൾ തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കനത്ത മഴയൊക്കെ കാരണം കുറച്ച് മത്സരങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വൈകിയൊക്കെ കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആവേശ പോരാട്ടങ്ങൾക്ക് ഇനി അധിക സമയമില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള ഒരു ബാസ്കറ്റ്ബോൾ മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. തൃശ്ശൂരും കൊല്ലവും തമ്മിലുള്ള സീനിയർ വിഭാഗത്തിലെ മത്സരത്തിന് അല്പസമയത്തിനകം തന്നെ തുടങ്ങും. SKN സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കരുത്തുറ്റ അല്ലെങ്കിൽ നമ്മുടെ ചുണക്കുട്ടികൾ, ഭാവിയുടെ താരങ്ങൾ, അവർ ഇതാ കളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്റ്റേഡിയത്തിൽ തന്നെ ഇതൊരു ഇൻഡോർ മാതൃകയിലാണ് ഇത്തവണ ഈ സെൻട്രൽ സ്റ്റേഡിയത്തെ പൂർണ്ണമായി മാറ്റിയിരിക്കുന്നത്. ഇത് മുമ്പ് തന്നെയുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. ഒപ്പം തന്നെ അടുത്ത വശത്തേക്ക് ആ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ മറ്റു പോർഷനിൽ ഖോഖോയും തായ്ക്കോണ്ടും ജൂഡോയും അടക്കമുള്ള മത്സരങ്ങൾക്കായി പൂർണ്ണമായും ഒരു ഇൻഡോർ മാതൃകയിലേക്ക് മാറ്റുന്ന കാഴ്ച കണ്ടു. അവിടെ ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ മത്സരം തുടങ്ങാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മേളയിലെ താരങ്ങൾ ഇല്ലെങ്കിൽ മേളയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇൻക്ലൂസീവ് മത്സരങ്ങളുടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല തങ്ങൾ എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ആ കുട്ടികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ഒരു മത്സരം സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ അവരുടെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മത്സരങ്ങളിൽ കുറച്ച് താമസമുണ്ട്. അവരുടെയും രജിസ്ട്രേഷൻ ഒക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേഡിയത്തിൽ ബോക്സ് ബോൾ അടക്കമുള്ള മത്സരങ്ങളാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ളത്. അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലും ഒപ്പം തന്നെ ഫുട്ബോൾ മത്സരങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അവിടെയൊക്കെ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയാണ്. നമുക്ക് ഈ കാണാം, 20,000-ലധികം താരങ്ങളാണ് ഇത്തവണത്തെ മേളയ്ക്ക് എത്തുന്നത്. അവരിൽ ചിലരെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നീണ്ട തിര തന്നെ കാണാം. കൊല്ലത്തിൻ്റെയും പത്തനംതിട്ടയുടെയും അങ്ങനെ ഓരോ ജില്ലയ്ക്കും അവരുടേതായ ഒരു ജേഴ്സി ഉണ്ട്. ആ ഒരു കളറിൽ അങ്ങനെ കാണാം. എന്തായാലും വളരെ കളറാണ് പരിപാടി എന്നുള്ളതാണ്. താരങ്ങളൊക്കെ തന്നെ ഭാരപരിശോധന അടക്കമുള്ള ആവശ്യങ്ങൾക്കായി പോവുകയാണ്. എന്തായാലും നമുക്ക് അവരുടെ ഒരു കുട്ടി എവിടെന്നാ തിരുവനന്തപുരം കഴിഞ്ഞ വർഷത്തെ ഓവറോൾ ചാമ്പ്യന്മാരാണ്. അപ്പൊ തവണയും നിങ്ങൾ ഏത് ഇവന്റിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഏത് ഇവന്റ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.